ഇനിയും നമുക്ക് ഈ ശ്രീമദ് ഭാഗവത ധ്യാനത്തിലൂടെ ദശമസ്കന്ധത്തിൽ 80-ാം അധ്യായം മുതൽക്കുള്ള വിഷയങ്ങളെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. 80-ഉം 81-ഉം അധ്യായങ്ങളിലൂടെ സുദാമാവിന്റെ പുരാണചരിതമാണ് പറയുന്നത്. സുദാമാവെന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സഖാവായ ഒരു ബ്രാഹ്മണനായിരുന്നു. എന്തായാലും ആ കുചേല ബ്രാഹ്മണന്റെ ചരിതം നമുക്ക് ഈ അവസരത്തിൽ കേട്ടു നോക്കാം. ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ഭജനമാണ് മനുഷ്യജന്മത്തിന്റെ പരമലക്ഷ്യം. ഇത് ബോധ്യമായ ശ്രീ പരീക്ഷിത് രാജാവ് ശ്രീ ശുകബ്രഹ്മർഷിയോട് വീണ്ടും തുടർന്ന് ചോദിക്കുകയാണ്. അല്ലയോ ശുകബ്രഹ്മർഷി, മർത്യജന്മത്തിന്റെ സാഫല്യം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭജനമാണല്ലോ. എനിക്കാണെങ്കിൽ ആയുസ് വളരെ പരിമിതവുമാണ്. പരിമിതമാണെങ്കിലും ഇനി അവശേഷിക്കുന്ന സമയം കൂടി എനിക്ക് ആ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ തത്വം തന്നെ കേൾക്കുവാൻ സാധിക്കണം. ഇനിയും അവിടുത്തെ മഹിമയുടെ ആ അപാരത വാക്കുകളിലൂടെ കേൾക്കുവാനായിട്ട് ഞാൻ അത്യധികം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് എന്നെ അനുഗ്രഹിക്കണം. ശ്രീകൃഷ്ണ ചരിതം തന്നെ എനിക്ക് ഇനിയും ഉപദേശിച്ചു തരണമെന്ന് ശ്രീ പരീക്ഷിത് മഹാരാജാവ് ആവശ്യപ്പെടുകയാണ്. അപ്പോ ശുകബ്രഹ്മർഷി സന്തോഷത്തോടുകൂടി പറയുവാൻ ആരംഭിച്ചു. ശ്രോതാക്കളുടെ ജിജ്ഞാസ, താല്പര്യം, ഇത് വക്താക്കളെ സംതൃപ്തരാക്കും. അവർ ഗോപ്യമായി വെച്ചിരിക്കുന്ന തത്വരത്നങ്ങൾ പോലും ശ്രോതാക്കളുടെ ആ ജിജ്ഞാസയുടെ ഉണർവ് കൊണ്ട് പകർന്നു കൊടുത്തെന്ന് വരും. അത് തന്നെയല്ലേ ശിഷ്യജനങ്ങള് ആത്മാർത്ഥമായിട്ട് ഗുരുശുശ്രൂഷ ചെയ്യുമ്പോഴാണ് ഗുരുജനങ്ങളും ശിഷ്യജനങ്ങൾക്ക് സകല സംസാര ബന്ധന മുക്തിക്കും സഹായകമായ ആത്മവിദ്യയുടെ പരമതത്വത്തെ പകർന്നു കൊടുക്കുക. എന്തായാലും എന്താണ് ശുകബ്രഹ്മർഷി തുടർന്ന് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. അല്ലയോ രാജാവേ, ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ആ ബ്രാഹ്മണന്റെ യഥാർത്ഥ നാമം സുദാമാവ് എന്നായിരുന്നു. സുദാമാവി എന്ന നാമം ആ ബ്രാഹ്മണനെ ഉണ്ടായിരുന്നുവെങ്കിലും ആ ബ്രാഹ്മണൻ അറിയപ്പെട്ടിരുന്നത് കുചേലൻ
എന്ന അപരനാമത്തിലായിരുന്നു. കുചേലൻ ബ്രാഹ്മണ്യവും തപസ്സും ജ്ഞാനവും എല്ലാമുള്ള മഹാത്മാവായിരുന്നുവെങ്കിലും ദാരിദ്ര്യ ദുഃഖം കൊണ്ട് അദ്ദേഹത്തിന്റെ വസ്ത്രം പോലും നല്ലതൊടുക്കുവാൻ സാധ്യമായിരുന്നില്ല. അതുകൊണ്ടെല്ലാം തന്നെ ആ സുദാമാവൻ കുചേലൻ എന്ന പേരിലാണ് സമൂഹത്തിൽ അറിയപ്പെട്ടത്. ആ കുചേലൻ ഭക്തോത്തമനായിരുന്നു. ഭക്തന്മാരിൽ ഉത്തമോത്തമനായ ആ കുചേലൻ പരമവിരക്തൻ കൂടിയായിരുന്നു. ആ പരമവിരക്തനായ സുദാമാവിന്റെ കൗമാരം, ബാല്യം, അതൊക്കെ എങ്ങനെയായിരുന്നു? വാസ്തവത്തിൽ സുദാമാവിന്റെ ആ വിദ്യാഭ്യാസ കാലഘട്ടം എവിടെയായിരുന്നു? സുദാമാവ് രാമകൃഷ്ണന്മാരും ഒന്നിച്ച് സന്ദീപനി മഹർഷിയുടെ ഗുരുകുലത്തിൽ വിദ്യയെ അറിയുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു പുണ്യദേഹം കൂടിയാണ്. അങ്ങനെയുള്ള മഹാത്മാവായ ആ സുദാമാവ് യൗവനത്തിൽ വിധിപ്രകാരം തന്നെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തെ സ്വീകരിക്കുകയും ഉണ്ടായി. കുചേല പത്നിയായ ബ്രാഹ്മണിയും ഭക്തി കൊണ്ടും വിരക്തി കൊണ്ടും അറിവുകൊണ്ടും കുചേലനെ അനുരൂപയായ ഒരു നല്ല ബ്രാഹ്മണ സ്ത്രീ തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ സുദാമാവ് പാദഭജനത്തിൽ മാത്രം രാവും പകലും ആനന്ദിച്ച് ജീവിതം തുടർന്നതിനാൽ ആ പുണ്യാത്മാവ് ഗൃഹധർമ്മങ്ങളെക്കുറിച്ച്, വീട്ടുകാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിഞ്ഞതുപോലുമില്ല. അങ്ങനെ ആ കുടുംബത്തിനെ അതിദാരുണമായിട്ട് ബാധിച്ചതായ ദാരിദ്ര്യ ദുഃഖത്തെ കുചേലൻ അറിയുകയും ചെയ്തില്ല. അതുകൊണ്ട് കുചേല പത്നിയായ ബ്രാഹ്മണി ആ ദാരിദ്ര്യദേവതയുടെ ബാധ കൊണ്ട് പട്ടിണിയൊക്കെ കിടന്ന് ആ സൗന്ദര്യവതിയായ യുവതി ഇപ്പോ എല്ലും തൊലിയുമായി ആകെ പരവശയായിട്ട് തീർന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ബ്രാഹ്മണി വാടിയ മുഖവും ഒട്ടിയ വയറുമായിട്ടൊരു ദിവസം തന്റെ ഭർത്താവിന്റെ അടുക്കൽ ചെന്ന് വിറച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭു, ശ്രീകൃഷ്ണ ഭഗവാന് അവിടുന്ന് സഹപാഠികളും സുഹൃത്തുക്കളുമായിരുന്നുവല്ലോ. അങ്ങനെയുള്ള
ആ ലക്ഷ്മീപതിയായ ഭഗവാൻ, അങ്ങയുടെ സഖാവായ ഭഗവാൻ ഇന്ന് അങ്ങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യ ദുഃഖം അറിയുവാൻ സാധ്യതയില്ല. ഇപ്പോൾ അങ്ങയുടെ സഖാവായ ആ ശ്രീകൃഷ്ണ പരമാത്മാവ് ദ്വാരകയിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയമാണ്. ആയതുകൊണ്ട് അവിടുന്ന് ഭഗവാനെ ചെന്ന് ഒന്ന് കണ്ടാൽ മതി. ഭഗവത് ദർശനം സാധിക്കുന്ന അങ്ങേക്ക് ഭഗവാൻ കരുണയോടുകൂടി നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ദാരിദ്ര്യവും നശിപ്പിക്കുവാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരും. നമ്മുടെ ദാരിദ്ര്യ ദുഃഖമോചനത്തിന് വേണ്ടി അവിടുന്ന് ശ്രീകൃഷ്ണ പരമാത്മാവിനെ ചെന്ന് ദർശിക്കുക തന്നെ വേണം. അങ്ങേക്ക് യാതൊന്നും ആവശ്യമില്ലെങ്കിലും ഇവളെ കരുതിയിട്ടെങ്കിലും അവിടുന്ന് ദയവ് ചെയ്ത് ആ പാണ്ഡുരംഗനെ ചെന്ന് കാണുക തന്നെ ചെയ്യണം. ഇങ്ങനെ ബ്രാഹ്മണിയുടെ വചനത്തെ കേട്ടപ്പോഴും കുചേലൻ മോക്ഷത്തെക്കാൾ വലിയതാണ് കുചേലനെ പോലെയുള്ള ഒരു ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ച് ഭഗവത് ദർശനം. ആ സച്ചിദാനന്ദ പരബ്രഹ്മമായ ആ അവിജ്ഞാതമായ തത്വം മനുഷ്യരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയതിന്റെ പ്രത്യക്ഷ ദർശനത്തെക്കാൾ ഉപരിയായിട്ട് ഒരു മഹാത്മാവിനെ സംബന്ധിച്ചൊന്നും നേടുവാനില്ല. അപ്പൊ അങ്ങനെയുള്ള ഭഗവത് ദർശനത്തിന് തന്റെ പത്നി മുഖാന്തിരം തനിക്കൊരു അവസരം വന്നിരിക്കുന്നതാണെന്ന് കുചേലൻ മനസ്സിലാക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഭഗവത് ദർശനത്തിൽ അതിയായ മോഹമുണ്ടായ കുചേലൻ പത്നിയോട് എങ്കിൽ താൻ ഭഗവാനെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന തന്റെ താല്പര്യത്തെ അറിയിപ്പിക്കുകയും ചെയ്തു. വെറും കൈയോടെ എങ്ങനെയാണ് പോവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് പറഞ്ഞയക്കുക? അപ്പൊ അതുകൊണ്ട് ആ കുചേല പത്നി എന്തു ചെയ്തു? തന്റെ ഭർത്താവ് ഭഗവാനെ തിരുമുൽ കാഴ്ച സമർപ്പിക്കുവാൻ തന്റെ കയ്യിൽ എന്തെങ്കിലും തന്നയക്കണമെന്ന് അറിയിക്കുകയും ചെയ്തപ്പോൾ ആ കുചേല പത്നി ആകെ ദുഃഖിതയായി. ഭവനത്തിനുള്ളിൽ ഒന്നുമില്ല. എങ്കിലും ആ ഒന്നുമില്ലായ്മയെ തന്റെ ഭർത്താവിനോട് പരിഭവമായിട്ട് പറയുവാനൊന്നും കുചേല പത്നി തയ്യാറായില്ല. കുചേല പത്നി എന്ത് ചെയ്തു? കുറച്ച് വീടുകള് കയറിയിറങ്ങി യാചനയിലൂടെ കുറച്ച് അബിര് സംഭരിക്കുകയാണ്. അങ്ങനെ യാചിച്ച് മേടിച്ച ആ 4 പിടി അബിരുമായി വീട്ടിലെത്തുകയാണ്. വീട്ടിലെത്തിയ ബ്രാഹ്മണ പത്നി അവരെല്ലാം വൃത്തിയായി പെറുക്കി ഉണക്കി അതിനെ അവിടെ ഉള്ളൊരു പഴകിയ അലക്കി ഉണക്കിയ ഒരു തുണിയിൽ പൊതിയുകയാണ്. എന്നിട്ട് ആ ശീലപ്പൊതി തന്റെ ഭർത്താവിനെ ഏൽപ്പിക്കുകയും ചെയ്തു.
തന്റെ പത്നി നൽകിയ ആ അവൽക്കിഴിയെ കുചേലൻ തന്റെ മടിയിൽ ഭദ്രമായിട്ട് അങ്ങോട്ട് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഭഗവത് സ്മരണ അതിനുള്ള ആനന്ദവും നുകർന്നുകൊണ്ട് അങ്ങനെ യാത്ര തുടർന്നു മുമ്പിലേക്ക്. ദ്വാരകയിലേക്ക് സഞ്ചരിക്കുന്ന കുചേലന് ഭക്തവാത്സല്യാദി ഗുണഗണങ്ങളെ ചിന്തിച്ചുകൊണ്ട് പോയതുകൊണ്ട് ആ വഴി എത്ര ദൂരം മുന്നിലേക്ക് നടന്നുവെന്നോ അതുപോലെ സമയം എത്രമാത്രം പിന്നിട്ടുവെന്നോ എന്നോ ഒന്നും ആ കുചേലൻ അറിഞ്ഞതുകൂടിയില്ല. അങ്ങനെ കുചേല ബ്രാഹ്മണൻ രത്നനിർമ്മിതങ്ങളായ മണിമന്ദിരങ്ങളുടെ പ്രഭാപൂരത്താൽ അദ്ദേഹം തന്റെ സ്വപ്ന സാമ്രാജ്യത്തിൽ നിന്ന്, സ്വപ്ന ലോകത്തിൽ നിന്ന് ഞെട്ടിയുണർന്നവനെ പോലെ കണ്ണു മിഴിച്ചു നോക്കുകയാണ്. താനിപ്പോ എവിടെ എത്തി? സാക്ഷാൽ വൈകുണ്ഠത്തിലാണോ ഞാനിപ്പോൾ എത്തപ്പെട്ടത്? ഇങ്ങനെയൊക്കെ കരുതി ആ രാജകൊട്ടാരത്തിന്റെ ഗോപുരത്തിൽ ഇങ്ങനെ അന്താളിച്ച് നോക്കി നിൽക്കുമ്പോൾ ഭടന്മാര് ഈ കുചേല ബ്രാഹ്മണനെയും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അകത്തേക്ക് കടത്തണ്ടേ എന്നിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും സാക്ഷാൽ വൈകുണ്ഠപതിയായ വൈകുണ്ഠനാഥനായ ആ ലക്ഷ്മീപതി ശ്രീകൃഷ്ണ പരമാത്മാവ് ആ മണിമാളികയുടെ മുകളിൽ നിന്നും ഈ കാഴ്ച കാണുകയാണ്. ദൂരത്ത് നിന്ന് സാക്ഷാൽ ലക്ഷ്മി തന്റെ സമീപം ഉണ്ടെന്നുള്ള ആ ഒരു കാര്യം കൂടി മറന്നുകൊണ്ട് ആ ശ്രീകൃഷ്ണ പരമാത്മാവ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഗോപുരദ്വാരത്തിങ്കിലേക്ക് ഓടുകയാണ്. ഗോപുരദ്വാരത്തിലെത്തിയ ആ ശ്രീകൃഷ്ണ പരമാത്മാവ് വിയർപ്പിലും ഭസ്മത്തിലും നനഞ്ഞ ഭക്തോത്തമന്റെ മലിനമായ ദേഹത്തെ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് മാറോട് ചേർന്ന് ആലിംഗനം ചെയ്യുകയാണ്. ഭഗവാന്റെ മാർഗിടം എങ്ങനെയാണ്? സാക്ഷാൽ ലക്ഷ്മീരേഖ്യണിഞ്ഞ മാർഗിടമാണ്. ആ മാർഗിടം കൊണ്ട് ഭക്തനെ ആലിംഗനം ചെയ്യുക തന്നെ ചെയ്യണം. ആ ഭക്തോത്തമനായ ഭഗവാന്റെ തൃക്കണ്ണുകള് കരുണ കൊണ്ട് ആർദ്രങ്ങളായി ആ ഭഗവാന്റെ കണ്ണ് ഇതിനു മുമ്പ് ഇങ്ങനെ ആർദ്രങ്ങളായിട്ടില്ല ഒരിക്കലും. ആദ്യവും അവസാനത്തേതും എന്ന നിലയിൽ ആ ഭഗവാൻ തന്റെ ആനന്ദബാഷ്പം തൂവിക്കൊള്ളിച്ചു. വാദ്യഘോഷങ്ങളോടുകൂടി കുചേലനെ അന്തപുരത്തിലേക്ക് ഏറ്റുകൊണ്ടുപോകുക തന്നെ ചെയ്തു. എന്നിട്ട് ലക്ഷ്മി തൽപ്പത്തിൽ സൽക്കരിച്ചിരുത്തി താൻ ഇരുന്നരുളുന്ന ആസനത്തെ പിടിച്ച് കയറ്റിയങ്ങിരുത്തി. എന്നിട്ടോ അദ്ദേഹത്തിന്റെ തൃപ്പാദങ്ങൾ കഴുകിച്ച് ആ പാദതീർത്ഥം ഭഗവാൻ തന്നെ തന്റെ ശിരസിൽ തെളിച്ചു. ഗുരുജനങ്ങളുടെ, സന്യാസജനങ്ങളുടെ, ബ്രാഹ്മണ ജനങ്ങളുടെ പാദപൂജ ചെയ്ത ആ തീർത്ഥത്തെ ഭഗവാൻ തന്നെ ശിരസിൽ ചാർത്തുകയാണ്. അതിനുശേഷം അത് നാല് പുറത്തേക്ക് പ്രോക്ഷണം ചെയ്യുകയാണ്.
ആ സാക്ഷാൽ മഹാലക്ഷ്മിയായ രുക്മിണീ ദേവി വെഞ്ചാമരമെടുത്തുകൊണ്ട് ആ കുചേല ബ്രാഹ്മണനെ വീശുകയും ചെയ്തു. പാദപൂജ ചെയ്ത് സൽക്കാരങ്ങൾ ചെയ്ത ശേഷം ഭഗവാൻ കുചേല ബ്രാഹ്മണനുമായിട്ട് ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞു. ആ കൂട്ടത്തില് ഗുരുകുലവാസത്തെപ്പറ്റിയും ഗുരുപത്നിക്ക് വേണ്ടി അവര് കാട്ടിൽ വിറകിന് പോയതും ഒരു ദിവസം കാട്ടിലെ രാത്രി മുഴുവൻ വിഷമിച്ചവർ കഴിച്ചുകൂട്ടിയതും ആ സമയത്ത് രണ്ടുപേർക്കും കൂടി കൊടുത്ത ഭക്ഷണപ്പൊതി ഭഗവാൻ അറിയാതെ കുചേലൻ ഒറ്റയ്ക്ക് ആഹരിച്ചതും ആ അവൽ അന്ന് കൊടുത്തയച്ചിരുന്നതും അവലായിരുന്നു. അവൽ കുചേലൻ ഒറ്റയ്ക്ക് കഴിച്ചതും എല്ലാം അരങ്ങനോർത്തു. അങ്ങനെ കാട്ടിൽ രാത്രിയിൽ മുഴുവൻ അവർ വിഷമിച്ച് കഴിച്ചു കൂട്ടിയതും അങ്ങനെ മറ്റും ഭഗവാൻ വളരെ തന്മയത്തോടുകൂടി അവരതിനെ അയവിറങ്ങി. അങ്ങനെ അവൻ ഭഗവാനും കുചേലനും കൂടി പറയുന്നുണ്ട്, ശ്രീ ഗുരുവിന്റെ അനുഗ്രഹം ഒന്ന് മാത്രമാണ് ജീവനെ പരമശ്രേയസിനെ നൽകുന്നത്. ഗുരുപ്രസാദത്താൽ ഭഗവാൻ പ്രസാദിക്കുന്നത് പോലെ മറ്റൊന്നുകൊണ്ടും ഭഗവാൻ പ്രസാദിക്കുകയില്ല. എന്നും മറ്റുമുള്ള ഭഗവാന്റെ വചനാമൃതനെ കുചേലൻ ആസ്വദിച്ച് ആനന്ദമഗ്നനായി തന്റെ പത്നിയെക്കുറിച്ചോ തന്റെ ദാരിദ്ര്യത്തെക്കുറിച്ചോ ആ ബ്രാഹ്മണൻ ഒന്ന് ചിന്തിച്ചതുപോലുമില്ല. ഇനിയും നമുക്ക് 81-ാമത്തെ അധ്യായത്തിൽ ആ കുചേലോപാഖ്യാനത്തിന്റെ ബാക്കി ഭാഗങ്ങളും എങ്ങനെയാണ് പറയുന്നതെന്ന് കൂടി നോക്കാം. കുചേലൻ ആനന്ദത്തോടുകൂടി സർവം വിസ്മരിച്ചിരിക്കുമ്പോൾ സർവാത്മാവായ ഭഗവാൻ ഇങ്ങനെ ചിന്തിച്ചു, പരമവിരക്ത ശിരോമണിയായ ഇദ്ദേഹം ഐശ്വര്യത്തിനു വേണ്ടി എന്നെ സേവിച്ചിട്ടില്ല. ഈ സുദാമാവിന് ഒരു കാലത്തും ധനത്തിൽ മോഹവും ഉണ്ടായിട്ടില്ല. യാതൊരു മോഹവുമില്ലാത്ത ഈ സുദാമാവിന്റെ പത്നിക്കാണെങ്കിലോ ജീവിക്കുവാൻ ആവശ്യമായ ധനം ആവശ്യമുണ്ട്. അദ്ദേഹത്തിന്റെ പത്നിയാണെങ്കിലോ പതിവ്രതാരത്നവുമാണ്. ആ പതിവ്രതാരത്നം അവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ആ തന്റെ ഭർത്താവിനവർ എന്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദേവന്മാർക്ക് കൂടി സുദുർലഭമായ ധനം ഈ കുചേല ബ്രാഹ്മണനെ ഞാൻ കൊടുത്ത് അനുഗ്രഹിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്റെ ഭക്തന്മാർക്ക് പ്രാരബ്ധം ബാധകമല്ലെന്ന് ഈ ലോക ജനതകൾ അറിയണം. അതിനൊരു നിമിത്തമായിട്ട് തീരണം ഈ സന്ദർഭം എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ഭഗവാൻ കുചേല ബ്രാഹ്മണനോട് ചോദിച്ചു, അല്ലയോ സുദാമാവേ, അങ്ങ് വരുമ്പോൾ എനിക്ക് എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? അങ്ങയെപ്പോലുള്ള ഭക്തന്മാർ തരുന്നതിൽ എനിക്ക് വലിയ ആർത്തിയാണെന്ന് അങ്ങേക്ക് തന്നെ അറിവുള്ള വിഷയമല്ലേ? അങ്ങയെപ്പോലെ ഉള്ളവർ
പത്രം, ഫലം, പുഷ്പം, അതുപോലെ വെള്ളം തുടങ്ങിയ എന്ത് നിസാര സാധനങ്ങളാണെങ്കിലും അത് ഭക്തിയോടുകൂടി എനിക്ക് സമർപ്പിച്ചാൽ അതെനിക്ക് അമൃതിനേക്കാൾ ആനന്ദദായകമാണ്. ഭഗവാൻ ഇപ്രകാരം അറിയിപ്പിച്ചിട്ടും സുധാമാവ് ഒന്നും ഉരിയാടാതങ്ങനെ ആനന്ദത്താൽ പരിസരം കൂടി മറന്ന് നിൽക്കുകയാണ്. ഭഗവാന്റെ ഐശ്വര്യം കൊണ്ട് മോഹിച്ചുപോയ അദ്ദേഹം അതിൽ പൊതി ഇപ്പൊ വാസ്തവത്തിൽ ഓർക്കുന്നില്ല. പെട്ടെന്ന് ഭഗവാൻ നല്ലൊരു CBI ഓഫീസറെ പോലെ എന്തോ ഒന്ന് പറ്റിയിട്ട് കണ്ടുപിടിച്ചു എന്നുള്ള ഭാവത്തിൽ ഇതെന്താണെന്ന് ചോദിക്കലും ആ കുചേല രാവണന്റെ മടിയിൽ ഭദ്രമായി പൊതിഞ്ഞു വെച്ചിരുന്ന ആ കെട്ടഴിച്ച് അതിൽ നിന്നും ആ അവൽക്കിഴിയെ കയ്യിലെടുക്കുകയാണ്. തട്ടിപ്പറിച്ചെടുത്തിട്ടോ ഭഗവാൻ അത് കെട്ടഴിച്ച് അതിൽ നിന്നും ഒരു പിടി അവലെടുത്ത് ഭഗവാൻ അമൃതേറ്റ് ചെയ്തു. വീണ്ടും അതിൽ നിന്ന് ഒരു പിടി കൂടി വാരിയെടുത്ത് താൻ ആഹരിക്കുവാൻ ശ്രമിച്ചപ്പോഴേക്കും ഭഗവാൻ പത്നിയായ രുക്മിണീ ദേവി ഭഗവാന്റെ കയ്യിൽ നിന്നും ആ അവൽ മേടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. ഭക്തരെ കാണുമ്പോൾ അവിടുന്ന് എല്ലാം മറക്കും എന്ന് കരുതി അടിയനെ മറക്കുവാൻ പാടുകയില്ല. അവിടുന്ന് ആഹരിച്ച ആദ്യത്തെ ആ പിടി അവൽ കൊണ്ടുതന്നെ ഈ കുചേല ബ്രാഹ്മണന് ഇഹത്തിലും പരത്തിലും ആവശ്യമായ എല്ലാ ഐശ്വര്യങ്ങളും ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും പറഞ്ഞ് രുക്മിണീ ദേവി ആ അവൽ കൊണ്ടുപോകുകയും ചെയ്തു. അങ്ങനെ ഭഗവാൻ കുചേല ബ്രാഹ്മണനോട് കൂടിയിട്ട് പല വർത്തമാനങ്ങളും പറഞ്ഞ് രസിച്ചു. പാനഭോജനങ്ങളെ കൊണ്ട് അദ്ദേഹത്തെ ഏറ്റവും സൽക്കരിപ്പിച്ചു. അങ്ങനെ രാത്രി കഴിഞ്ഞു പോയത് തന്നെ അവർ അറിഞ്ഞില്ല. സമയം പ്രഭാതമായി. കുചേല ബ്രാഹ്മണൻ സ്നാനജപാദികളെല്ലാം കഴിഞ്ഞ് യാത്ര പുറപ്പെട്ടു. ആ സമയം ഭഗവാൻ ഗോപുരം വരെ കുചേലനോടൊപ്പം അനുയാത്ര ചെയ്തു. തമ്മിൽ പിരിയുമ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ സുധാമാവേ, നമ്മൾ ഒരുമിച്ചിരുന്നാലും വേറെ ഇരുന്നാലും ഒന്നു തന്നെ. അതുപോലെ രുക്മിണിയും അങ്ങയുടെ പത്നിയും ഒന്നു തന്നെ. അങ്ങനെ ആ ഭഗവാന്റെ ഭക്തവാത്സല്യത്തിൽ കുളിച്ച് രോമാഞ്ചരഞ്ജിതനായി കുചേല ബ്രാഹ്മണൻ തന്റെ ഭവനത്തിലേക്ക് മടങ്ങുമ്പോൾ ഭഗവാൻ തന്നോട് കാണിച്ച വാത്സല്യാതിരേകത്തെക്കുറിച്ച് ചിന്തിച്ചു. ദരിദ്രതമനായ തന്നെ അവിടുന്ന് സിംഹാസനത്തിലിരുത്തി പൂജിച്ചതും സാക്ഷാൽ മഹാലക്ഷ്മി വെഞ്ചാമരമെടുത്ത് തന്നെ വീശിയതും മറ്റും അദ്ദേഹം അത്യാനന്ദത്തോടെ സ്മരിച്ചുകൊണ്ട് നടക്കുമ്പോൾ ആ ബ്രാഹ്മണൻ തന്റെ മുൻപിൽ കാണുന്ന അതിദിവ്യമായ പട്ടണവും കൊട്ടാരവും കണ്ട് അത്ഭുത സ്തബ്ധനായി തീരുകയാണ്. തനിക്ക് വഴി തെറ്റിയോ? തന്റെ കുടിലിലേക്ക് പുറപ്പെട്ട താനെങ്ങനെ ഒരു കൊട്ടാരത്തിന് മുൻപിലെത്തി എന്നങ്ങനെ കുചേലൻ അത്ഭുതത്തോടുകൂടി നിൽക്കുമ്പോഴോ അവിടേക്ക് മഹാലക്ഷ്മിക്ക് തുല്യരൂപയായ കുചേലപത്നി അഷ്ടമംഗല്യ തത്വം എടുത്തുകൊണ്ട് എതിരേൽക്കാൻ വരുന്നത് കണ്ടു. ഞാൻ അടുത്തെത്തിയ പത്നി ഭർത്തൃപാദത്തിൽ നമസ്കരിച്ചു. ആനന്ദബാഷ്പത്താൽ പാദങ്ങൾ കഴുകിച്ചു. കുചേലൻ പത്നിയോടും കൂടി സ്വർഗതുല്യമായ തന്റെ ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. കൊട്ടാരത്തിലോ രത്നങ്ങളെ കൊണ്ടുള്ള തൂണുകള്, സുവർണ സിംഹാസനങ്ങള്, ദന്തനിർമ്മിതമായ കട്ടിലുകള്, വിചിത്രമായ അലങ്കാരങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹം
നിസ്സംഗതയോടുകൂടി കണ്ടു. ആനന്ദാശ്രുഗണങ്ങളാൽ പുണ്യാകം തെളിച്ച് ശുദ്ധമാക്കി ഭഗവത് പ്രസാദമായി ഐശ്വര്യത്തെ കണ്ട് അതിൽ ഒന്നിലും ആസക്തി വയ്ക്കാതെ അവയെല്ലാം അനുഭവിക്കുക തന്നെ ചെയ്തു. അങ്ങനെ ഭഗവാന്റെ ശ്രവണ കീർത്തനങ്ങളിൽ തന്നെ നിരന്തരം ലയിക്കുകയും ചെയ്തു. കുചേലന് സമ്പത്ത് വന്നപ്പോഴെന്താണ് അദ്ദേഹം അതുകൊണ്ട് അധർമ്മമല്ല ആചരിച്ചത്. സദാദിയുള്ള ശ്രീകൃഷ്ണ സ്മരണയാൽ ആ ഈശ്വരീയമായ മഹാശക്തിയുടെ ദിവ്യമായ മൂലമന്ത്രത്തെ സ്മരിച്ചുകൊണ്ട് കാലം കഴിക്കുകയാണ് ചെയ്യുന്നത്. തനിക്ക് ഭഗവാനിൽ പരമഭക്തിയും ഭഗവാന് തന്നോടുള്ള കരുണയും ഏത് ജന്മത്തിലും ഉണ്ടാകണമേ. കാരണം മോക്ഷം ലഭിക്കും വരെയും ജനമൃതികളുണ്ട്. തനിക്ക് എത്ര ജനിമൃതികളുണ്ടായാലും അപ്പോഴെല്ലാം ഭഗവാന്റെ സ്മരണ, ഉത്തമനായ ആ ഈശ്വരനെ ഓർക്കുവാനും ആ ഈശ്വരന് വേണ്ടി ജീവിക്കുവാനും കഴിയണമേ എന്ന് ഉള്ളിൽ തട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ മഹാത്മാവ് ജന്മസാഫല്യം നേടി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കുചേലോപാഖ്യാനം ചരിതം അവസാനിക്കുന്നത്. ഈ കുചേലവൃത്തം ചരിത്രം ശ്രവണം കീർത്തനം എന്ന് വെച്ചാൽ ഇത് കേൾക്കുകയും ഇത് മറ്റുള്ളവരെ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്താൽ സർവതരത്തിലുള്ള കർമ്മബന്ധങ്ങളും നശിച്ച് ഉത്തമ ഭക്തി ഉണ്ടായിത്തീരുമെന്ന് ഫലശ്രുതിയും പറഞ്ഞുകൊണ്ട് ശ്രീ ശുകബ്രഹ്മർഷി കുചേലവൃത്തത്തെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാം.